ഒരു പുന്നാര മോളെ, നീ എന്താ പറഞ്ഞ? അത്തരം ജീർണിച്ച മതവിശ്വാസമുള്ളവരാണ് മുസ്ലിങ്ങളെന്ന്. എന്താണ് ജീർണിച്ച മതവിശ്വാസം? ഒരു കല്യാണ വീട്ടിൽ പോയി കഴിഞ്ഞാൽ അപ്പുറം ഇപ്പുറം ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കുന്നതാണോ? നിന്റെ എല്ലാം മടിയിൽ കയറി ഇരുന്നിട്ടാണോ ഭക്ഷണം കഴിക്കേണ്ടത്? അല്ല, നിനക്കൊക്കെ അങ്ങനെ ഒരു ബുദ്ധിയുണ്ടോ? ആണുങ്ങളെ മടിയിൽ കയറിയിട്ട് നിനക്ക് ഭക്ഷണം കഴിക്കണം എന്നുള്ളത്? നിനക്ക് എന്താ അവകാശമുള്ളത് നിനക്ക് പറയാൻ? മുസ്ലിങ്ങളെ കുറിച്ച് പറയാൻ നിനക്ക് എന്താ അവകാശമുള്ളത്? നീ തന്നെ പറഞ്ഞല്ലോ ഞാൻ മുസ്ലിമാണ് പക്ഷെ വിശ്വാസിയല്ല. പിന്നെ നിനക്ക് എന്ത് ഒലക്കാൻ നിനക്കറിയാം മുസ്ലിങ്ങളെ കൊണ്ട്? നീ ഒരു ചാനലിന്റെ മുമ്പിൽ എത്തിക്കഴിഞ്ഞാൽ എന്തും ചെയ്യാന്നുള്ളത് തോന്നിച്ചിട്ടുണ്ടോ നിനക്കൊക്കെ? ഇതൊന്നും നിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. നിന്നെല്ലാം ഈ കോലത്തിലാക്കിയെടുത്തവരെ പറയണോ? നീ തന്നെ പറയുന്നത് ഞാനൊരു വിശ്വാസിയല്ല. മുസ്ലിം എന്ന് പറഞ്ഞ പേരുകൊണ്ട് മാത്രം ഒരു മുസ്ലിമും ഒരു ഹിന്ദുവും ഒരു ക്രിസ്ത്യാനും ആവൂല. പേരുകൊണ്ട് മാത്രം വിശ്വാസമാണ് വേണ്ടത്. അതൊന്നും നിനക്ക് അറിയില്ല. നീ ഇങ്ങനെ തുള്ളിച്ച് നിന്റെ വേഷം കണ്ടാൽ തന്നെ അറിഞ്ഞൂടെ നീ വിശ്വാസിയല്ല. പിന്നെ നീ ഉറക്കെ പറയേണ്ട ആവശ്യമുണ്ടോ? ഞാൻ ഉറക്കെ പറയുന്നു. നീ ഉറക്കെ പറയാൻ ഇവിടുത്തെ പ്രധാനമന്ത്രിയാ? ഇവിടെ ഇസ്ലാമിൽ സ്ത്രീകൾക്ക് കൊടുക്കുന്ന വില നിനക്കറിയില്ല. അതാ ഞാൻ നിന്നോട് പറഞ്ഞ നിനക്ക് ഒരു കുന്തം അറിയില്ല എന്നുള്ളത്. നിനക്കൊന്നും അറിയില്ല മുസ്ലിങ്ങളെ കുറിച്ചിട്ട്. ഇസ്ലാമിൽ സ്ത്രീകൾക്ക് ഉള്ള വിലയില്ലേ ഒരാൾക്കും കൊടുത്തിട്ടില്ല. നിനക്കറിയാവോ? അള്ളാന്റെ റസൂലിനെ നിനക്കറിയാവോ? സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാന്റെ റസൂലിനെ നിനക്കറിയാവോ? അള്ളാന്റെ റസൂലിന്റെ അടുത്ത് ഒരു സഹാബി പോയിട്ട് ചോദിച്ചപ്പോ, നിനക്ക് സഹാബി എന്ത് റസൂലായിരുന്നു നിനക്കറിയണ്ടേ? എന്നാലും പറയാ, റസൂലുള്ളാന്റെ അടുത്ത് ഒരാളെടുത്ത് പോയി ചോദിച്ചപ്പോ ആരെയാണ് ഞാൻ കൂടുതൽ സ്നേഹിക്കേണ്ടതെന്ന് പറഞ്ഞ 3 പ്രാവശ്യം ഉമ്മ സ്ത്രീയാണ്. അറിയാവോ എനിക്ക്? 3 പ്രാവശ്യം പറഞ്ഞു നീ നിന്റെ ഉമ്മാനെ സ്നേഹിക്കണം എന്നുള്ളത്. എന്നിട്ടാണ് ഉപ്പാക്ക് ആണുങ്ങൾക്ക് വില കൊടുത്തിട്ടുള്ളൂ. ആണുങ്ങൾക്ക് വില കൊടുത്തെന്നല്ല, ഉപ്പാക്ക് സ്ഥാനം കൊടുത്തിട്ടുള്ളൂ. അതൊരു സ്ത്രീയാണ്. അത് മനസ്സിലാക്കണം. നീ മദ്രസയിൽ പോയിട്ടുണ്ടെങ്കിൽ 1-ാം ക്ലാസ്സിൽ നിന്ന് പഠിപ്പിക്കും ഉസ്താദുമാര്, ഉമ്മാന്റെ കാലിന്റെ അടിയിലാണ് സ്വർഗം എന്നുള്ളത്. അതിനൊരു മഹത്വം കൊടുത്തത് സ്ത്രീയാണ്. അറിയാവോ നിനക്ക്? നിനക്കറിയാവോ പൊന്നാര മോളെ? ഒന്നും അറിയില്ല. അതുകൊണ്ടാണ് തന്നെയാ പറഞ്ഞത്. അല്ലാണ്ട് അതിന്റെ ഒരു ശതമാനം അറിയുകയാണെങ്കിൽ നീ ഇങ്ങനെ വായിട്ടിളക്കൂലായിരുന്നു. ശത്രുക്കൾ യുദ്ധത്തിന് പോകുമ്പോൾ ശത്രുക്കളുടെ ഭാര്യയായാലും പോലും സ്ത്രീകളെയും കുട്ടികളെയും നിങ്ങൾ ആക്രമിക്കരുത് എന്നാണ് പറഞ്ഞത്. സ്ത്രീകൾക്ക് അത്രയും മഹത്വം കൊടുത്ത മതമാണ് ഇസ്ലാം മതം. ആ മതത്തെക്കുറിച്ചിട്ട് നിനക്ക് പറയാൻ എന്താ അവകാശമുള്ള? ജീർണിച്ച മതവിശ്വാസം. വേറെ ഒരുത്തി പറയാ, ഞാൻ 9-ാം ക്ലാസ് വരെ 10-ാം ക്ലാസ് വരെ മദ്രസ പോയിന്, പക്ഷെ ഞാൻ ഖുർആൻ ഒരു പുസ്തകമായിട്ടാണ് കാണുന്നത്. നീ ലോകത്തുള്ള എല്ലാ പുസ്തകവും കൊണ്ടുപോവാ, അതിലെല്ലാം മാറ്റങ്ങൾ വരുത്തിയിട്ട് കാണിച്ചു തരാം. എന്നാൽ നീ പറയുന്ന ഈ പുസ്തകം ഉണ്ടല്ലോ ഖുർആൻ, ആ പുസ്തകത്തിന്റെ ഒരക്ഷരം നിനക്ക് മാറ്റാൻ പറ്റുമോ? അത്ഭുതങ്ങളിൽ അത്ഭുതമാണ് ഖുർആൻ. നിനക്കറിയില്ല മദ്രസയിൽ പോയിട്ട് നീ എന്ത് പഠിച്ചേ? നീ ഒന്നും പഠിച്ചില്ല. അതുകൊണ്ട് തന്നെ പറഞ്ഞേ മദ്രസയിൽ നീ പോയിട്ടേ ഉള്ളൂ. പക്ഷെ നിന്നെപ്പോലെയല്ല, മദ്രസയിൽ 10-ാം ക്ലാസ് വരെ പോയിട്ടില്ലെങ്കിലും പോയത് വരെ ഗുണമുള്ളതുകൊണ്ട് നിനക്കൊക്കെ ഇങ്ങനെ പറയേണ്ട ഇത് വന്നത്. അല്ലാണ്ട് ഞാനൊരു ദർസോദ്യ ഉസ്താദൊന്നുമല്ല. പക്ഷെ ഇതൊക്കെ കേൾക്കുമ്പോ പറയാണ്ടിരിക്കാൻ മനസ്സ് വരുന്നില്ല. ഖുർആൻ പുസ്തകമാണ് പോലും. എന്നിട്ട് അവളും പറയാം ഞാനിപ്പോ ഒരു വിശ്വാസമല്ല. മെൻസസ് ഉള്ള സമയത്ത് എല്ലാവരോടും കൊട്ടി ഘോഷിക്കണം പോലും, എനിക്ക് മെൻസസാണ്. ആ ചാനലുകാരൻ പറയാ അങ്ങനെ കൊട്ടി ഘോഷങ്ങൾ പറയാൻ മടിയില്ലാണ്ട് പറയണമെന്ന് മെൻസസ് ഉള്ള സമയത്ത്. അവള് പറയാ മെൻസസ് ഉള്ള സമയത്ത് ഖുർആൻ തൊടാൻ പാടില്ല. മെൻസസ് ഉള്ള സമയത്തല്ല, ഒളു ഇല്ലാണ്ട് ഖുർആൻ തൊടാൻ പാടില്ല. അതാണ് മെൻസസ് ഉള്ള സമയത്ത് മാത്രമല്ല. നിനക്ക് ചെറിയ ശുദ്ധിയും വലിയ ശുദ്ധിയെ കുറിച്ചിട്ടെല്ലാം അറിയാവോ? വലിയ ശുദ്ധിയുള്ള സമയത്ത് ഒതു ശരിയാവോ? ഒതു ഇല്ലാണ്ട് ഖുർആൻ തൊടാൻ പാടണ്ട. ശുദ്ധിയില്ലാണ്ട് ഖുർആൻ തൊടാൻ പാടില്ല പൊന്നാര മോളെ. അതുകൊണ്ടാണ് ഖുർആൻ ഓതാൻ പാടില്ല എന്ന് പറയുന്നത്, നിസ്കരിക്കാൻ പാടില്ല എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നീ 9-ാം ക്ലാസ് വരെ 10-ാം ക്ലാസ് വരെ നീ മദ്രസയിൽ പോയിട്ടുണ്ടെങ്കിൽ ചെറിയ ശുദ്ധിനെ കുറിച്ചും വലിയ ശുദ്ധിനെ കുറിച്ചും നീ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ നീ ഇത് ചാനലിന്റെ മുമ്പിൽ ഇങ്ങനെ കൊട്ടിഘോഷിക്കില്ലായിരുന്നു. നിനക്കൊക്കെ നീയൊന്നും മദ്രസയിൽ പോയിന്നേ ഉള്ളൂ. അതൊക്കെ എന്തിനാന്ന് നിന്നെ പറഞ്ഞേച്ചവരെ ആദ്യം അടിച്ചോടിക്കണം ഈ ലോകത്തുനിന്ന്.